എഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമായി തന്ത്രിക്ക് നൽകി എന്ന കാര്യവും തന്ത്രിയുടെ വീട്ടിൽ നിന്നത് പിടിച്ചെടുക്കുന്ന സ്ഥിതിയും വന്നപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അന്നത്തെ ഗവൺമെന്റിന്റെയും പ്രശ്നം പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി SITയോട് രണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. 10 കൊല്ലത്തേതല്ല 20 കൊല്ലത്തേതും അന്വേഷിക്കാൻ പറഞ്ഞു. ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ഇപ്പോഴ് VD സതീശൻ പറയുന്നത് SIT തെറ്റായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. SITയുടെ വ്യാപ്തി, അന്വേഷണ വ്യാപ്തി കൂടി ആദ്യം പറഞ്ഞതിന് അപ്പുറത്ത് കടന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അങ്ങനെ വന്നാൽ നിയമപരമായിട്ട് ചില പ്രശ്നങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇനിയും അന്വേഷണം പൂർത്തിയാക്കാൻ ആയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ പിന്തുണയോടുകൂടിയാണ്. ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സമയം നീട്ടിക്കൊടുക്കുന്നതും അവരാണ്, ഹൈക്കോടതിയാണ്. എന്നിട്ട് SITയെ ശക്തിയായ രീതിയിൽ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ഭാഗം. BJP എന്താ, തന്ത്രിയെ പിടിച്ചതോടുകൂടി തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ടാണല്ലോ ഇവരെല്ലാം നടക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എന്ന് വന്നതോടുകൂടി BJPക്കും പിന്നെ അധികം മുണ്ടാട്ടില്ല. അപ്പൊ എല്ലാ അന്വേഷണം നടക്കട്ടെ, ആവശ്യമായ രീതിയിലുള്ള പിന്തുണ SITക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. OTA കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഈരടികളെല്ലാം പാടിക്കൊണ്ടാണല്ലോ പാർലമെന്റിന്റെ മുമ്പിൽ സമരം നടത്തിയത് പ്രതിപക്ഷ MP-മാരുൾപ്പെടെ. ഇപ്പൊ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, പൂജാരി ഈ പറയുന്ന പൂച്ചയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDF-കാര് തന്നെയാണ്. അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിലുണ്ടായ അവരുടെ ഒളിച്ചോട്ടാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു, പത്രങ്ങൾ മുഴുവൻ എഴുതുന്നു, അതൊക്കെ അത്ര ഭയങ്കരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ നിയമസഭയിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഇവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് എല്ലാ സന്ദർഭത്തിലും പാർലമെന്ററി വ്യവസ്ഥ അനുസരിച്ച് ഉന്നയിക്കുക. അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് അത് കലക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം നൽകാം, നോട്ടീസ് കൊടുക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ സംവിധാനം ഉൾപ്പെടെ കൊടിമരം ഉൾപ്പെടെ വാജി വാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അതിന് തയ്യാറാവാതെ അസംബ്ലി തന്നെ ഒഴിവാക്കി ഓടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരവസ്ഥ. അപ്പോ നിയമസഭയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടേണ്ടുന്ന അവസ്ഥയുണ്ടായി. മന്ത്രിമാര് വെല്ലുവിളിച്ചു പറഞ്ഞു, നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോകാം, നമുക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം. അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രയാസം. അടിയന്തര പ്രമേയം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പ്രശ്നമില്ല. പക്ഷെ അടിയന്തര പ്രമേയം വരികയും അതിന്റെ മേലെ ചർച്ച നടത്തുകയും ചെയ്താൽ പ്രതിക്കൂട്ടിലാവും എന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.